ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് CPC എക്സാമിന് ചോദിക്കുന്ന കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പം നമുക്കറിയാം നമ്മൾ CPC എക്സാം എന്ന് പറഞ്ഞാൽ 100 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു 10 മാർക്സ് നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു 3-4 വർഷം ആയിട്ട് കാണുന്നതാണ് ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതി. അപ്പോൾ എല്ലാവരും ടഫാണ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഈ കേസ് സ്റ്റഡിയിലെ ആ 10 മാർക്ക്. അപ്പം അത് കുറച്ച് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെ ആൻസർ എടുക്കാം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഈ കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നതാണ്. ഞാനൊരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു 4 പാർട്ടായിട്ട് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെയാണ് നമ്മളെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ നല്ല ലെങ്തിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് പേടിക്കും. അപ്പം അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ആവില്ല പഠിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ചെറിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഓപ്ഷൻസ് ആണ് നോക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇരുന്ന് വായിച്ച് സമയം കളയുന്നതിന് പകരം ഫസ്റ്റ് അതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൽ 17311, 17315, 312 എന്നുള്ള ഈ കോഡ്സൊക്കെ തന്നെയാണ് എല്ലാ ഓപ്ഷൻസിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടണം, നമ്മളെ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണ് എന്നുള്ളത് ഫസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ, അപ്പോൾ ജസ്റ്റ് അതിലൊരു കോഡ് എടുക്കുക, 17311 നിങ്ങളൊന്ന് ബുക്കിലെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് എന്നുള്ളത് ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ഏത് ടോപ്പിക്കാണ്? മോസ് സർജറി. എല്ലാവരും ബുക്ക് എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മോസ് സർജറീൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മളത് പല രീതിയിലും ഫൈൻഡ് ഔട്ട് ചെയ്യും. കോഡ് ഏത് ഓപ്ഷനാണ്, ഏത് കോഡ്സാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പല രീതിയിലും ഫൈൻഡ് ഔട്ട് ചെയ്യും. ചിലർക്ക് കറക്റ്റായിട്ടുള്ള ഓരോന്നിൻ്റെയും ഗൈഡ് ലൈൻസ് അറിഞ്ഞ് അങ്ങനെ ആൻസർ ചെയ്യുന്നവരുണ്ടാവും, അതായത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളവർ. പിന്നെ ഒട്ടും അറിയാതെ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കി കോഡ്സ് നോക്കി കമ്പയർ ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കുന്നവരുണ്ടാവും. ചിലർ ചെയ്ത് പ്രാക്ടീസായി ഒരു നോർമൽ പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊക്കെ നോക്കും, കുറച്ചൊക്കെ കമ്പയർ ചെയ്യും, അങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് അങ്ങനെയും കിട്ടുന്നവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചില ടോപ്പിക്സൊക്കെ നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഈ ബുക്കിൽ CPT ബുക്കിൽ ഒരുപാട് കോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കോഡ്സും എങ്ങനെയാണ് ഹൗ ടു പിക്ക് കോഡ് എന്നുള്ള കാര്യങ്ങളൊന്നും എണ്ണിപ്പെറുക്കി പഠിക്കാൻ നമുക്ക് നടക്കില്ല. പക്ഷേ ചില ടോപ്പിക്സ് ലൈക്ക് ഈ മോസ് സർജറി, പിന്നെ അതുപോലെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, പിന്നെ നമ്മൾ MDM ടേബിൾ എടുക്കുന്നത്, സർജിക്കൽ പാത്തോളജി, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സൊക്കെ അതായത് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ്. എന്നാൽ നമുക്ക് എക്സാം ഹാളിൽ വെച്ച് കോഡ് നോക്കി അത് എങ്ങനെ കോഡ് എടുക്കണം എന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പ് ടോപ്പിക്സ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ആ ടോപ്പിക്സിൻ്റെ എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ മോസ് സർജറി ഒരാൾ ഒട്ടും എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടതെന്നൊന്നും അറിയാത്ത ഒരാൾ എക്സാം ഹാളിൽ ഇരുന്ന് കോഡ് വായിച്ചാലൊന്നും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇതിൻ്റെ ആൻസർ അങ്ങനെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കുറച്ച് മോസ് സർജറി ആണെങ്കിലും, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് പറയുന്നുണ്ട്, അതാണെങ്കിലും MDM ടേബിൾ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കണം, ഇതിനിങ്ങനെ ഇന്ന ചെയ്തിട്ടാണ് കോഡ് എടുക്കേണ്ടത് എന്നുള്ളത്. മോസ് സർജറീൻ്റെ കോഡ്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റഗ്രിമെൻ്ററി സിസ്റ്റത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പം വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടാം. അപ്പം ഇന്ന് ഞാനത് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും മതി. നമ്മൾ മോസ് സർജറീൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളതിൽ ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ സൈറ്റാണ്, ഏത് സൈറ്റിലാണ് മോസ് സർജറി ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. ഫസ്റ്റ് പോയിന്റ് അതിൻ്റെ സൈറ്റ് നോക്കണം. സെക്കൻഡ് പോയിന്റ് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്ര സ്റ്റേജസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം.
പിന്നെ അതിലിങ്ങനെ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. 5 ബ്ലോക്സ്, 2 ബ്ലോക്സ്, 6 ബ്ലോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജിലും എത്ര ബ്ലോക്സ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതും നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റേജ് 1-ൽ എത്ര ബ്ലോക്സാ, സ്റ്റേജ് 2-ൽ എത്ര ബ്ലോക്സാ, സ്റ്റേജ് 3-ൽ എത്ര ബ്ലോക്സ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഓരോ സ്റ്റേജിലും 5-ന്റെ മുകളിൽ ബ്ലോക്സ് ഉണ്ടെങ്കിൽ ആ 5-ന്റെ മുകളിൽ എത്ര ബ്ലോക്സ് ആണുള്ളത് എന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് സ്റ്റേജ് 1-ൽ 7 ബ്ലോക്സ് ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് സ്റ്റേജ് 1 5 + 2, ഓക്കെ, അതായത് 5-ന്റെ പുറത്ത് എത്ര ബ്ലോക്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം 5-ന്റെ പുറത്ത് എത്ര ബ്ലോക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വേറൊരു കോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഏറ്റവും ബേസിക്കായിട്ട് എനിക്ക് മോസ് സർജറിയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്കൊന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ലൊക്കേഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കിപ്പോൾ ഇത് മൊത്തത്തിൽ വായിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ലൊക്കേഷൻ, ഫസ്റ്റ് വൺ ലൊക്കേഷൻ. എവിടെയാണ് ലൊക്കേഷൻ? മിഡ് പെരൈറ്റൽ സ്കാൽപ്പ്. അപ്പോൾ സ്കാൽപ്പാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഇനി ഈ ലൊക്കേഷൻ എന്തിനാണ്? കാരണം നമുക്ക് കോഡ്സ് അങ്ങനെ ഈ ലൊക്കേഷൻ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 17311 കാറ്റഗറിയും പിന്നെ 17313 കാറ്റഗറിയും ഉണ്ട്. 311 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെഡ്, നെക്ക്, ഹാൻഡ്, ഫീറ്റ്, ജെനൈറ്റാലിയ ആണ്. പിന്നെ 313 എന്ന് പറഞ്ഞാൽ ട്രങ്ക്, ആംസ് ഓർ ലെഗ്സ് ആണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് വരിക? 17311 കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഈ ക്വസ്റ്റ്യനിലൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പ് ആണെന്ന് കിട്ടി. പിന്നെ നെക്സ്റ്റ് എന്താ? എത്ര സ്റ്റേജ് ആണ്? അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1-ൽ 6 ബ്ലോക്സ്, സ്റ്റേജ് 2-ൽ 2 ബ്ലോക്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോട്ട് ചെയ്യുക, 6 എന്ന് വെച്ചാൽ 5 + 1 ആണ്. അപ്പോൾ 5-ന്റെ പുറത്ത് ഒരു ബ്ലോക്ക് കൂടെ അഡീഷണൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ കിട്ടിയാൽ നമ്മൾ 311-ന്റെ കോഡ് നോക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എത്ര സ്റ്റേജ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കോഡാണ് 17311. അത് കോഡ് ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്സ്. ഓക്കെ, പിന്നെ ഒരു സ്റ്റേജും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് കോഡ് കൊടുക്കണം? 17312 കൊടുക്കണം. ഈച്ച് അഡീഷണൽ സ്റ്റേജ് ആഫ്റ്റർ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ സ്റ്റേജസ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 കോഡ്സാണ് കിട്ടിയത്, 17311-ഉം 17312-ഉം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് അഡീഷണൽ ടിഷ്യൂ ബ്ലോക്സിൻ്റെ കോഡാണ്. അതായത് നമുക്ക് 5-ൽ കൂടുതൽ ഒരു ടിഷ്യൂ ബ്ലോക്ക് സ്റ്റേജ് 1-ൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അങ്ങനത്തെ ഈ 5-ൽ കൂടുതൽ വരുന്ന അഡീഷണൽ ടിഷ്യൂ ബ്ലോക്കിനാണ് നമ്മൾ 17315 കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ ഉണ്ട്, 17311, 312, 315. ഓക്കെ, ഇത്രയാണ് നമുക്ക് മോസ് സർജറീൻ്റെ മെയിൻ കോഡ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എയും സിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എയിൽ 12002 സിമ്പിൾ റിപ്പയറിൻ്റെ കോഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോസ് സർജറിയിൽ സിമ്പിൾ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യണം എന്നുള്ളത്, ഏത് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കതിന് സെപ്പറേറ്റ് കോഡ് ചെയ്യണം എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം നമുക്കത് സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ മോസ് സർജറിൻ്റെ കോഡ്സിൻ്റെ കൂടെ ഈ 1-2 വരുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ നോക്കിയാലും മതി. സിമ്പിൾ റിപ്പയറോ ഏതെങ്കിലും റിപ്പയർ മെൻഷൻ ചെയ്യുന്നുണ്ടോ? മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിപ്പയറിൻ്റെ കോഡ് ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം മോസ് സർജറിൻ്റെ കൂടെ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പയർ നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യണം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ലോ ആയിട്ടാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് അത്രയും അങ്ങനെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം മോസ് സർജറിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തവരാണെങ്കിൽ ഇൻ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ പോയിട്ട് എൻ്റെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആ മോസ് സർജറി ടോപ്പിക് ഒന്ന് കേട്ട് നോക്കൂ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈറ്റ് ഏതാ, എത്ര സ്റ്റേജാണ്, എത്ര ടിഷ്യൂ ബ്ലോക്സ് ആണ്, ഏതെങ്കിലും സ്റ്റേജസിൽ 5-ന്റെ മുകളിൽ വന്നിട്ടുണ്ടോ, 5-ന്റെ മുകളിൽ വന്നിട്ടുള്ള എത്ര എണ്ണമാണെന്ന് വെച്ചാൽ അതൊക്കെ എണ്ണി പെറുക്കിയിട്ട് അതൊക്കെ 17315-ന്റെ കൂടെ, 2 എണ്ണമാണെങ്കിൽ 17315 × 2, 3 എണ്ണമാണെങ്കിൽ × 3, അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എ ആണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ,
അപ്പോൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസിലോട്ട് പോയി നോക്കുക. 35600, 35572, 33533 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഫസ്റ്റ് അറിയേണ്ടത്. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് നേരത്തെ പോലെ ഹൈലൈറ്റ് ഒക്കെ ചെയ്തൊന്ന് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റും നേരത്തെ പറഞ്ഞ പോലെ മോസ് സർജറീൻ്റെ പോലെ നിങ്ങളൊരു ഏകദേശം ഐഡിയ ഉണ്ടാക്കണം ഇതിനെങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത് എന്നുള്ളത്. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമാണ്. ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കോഡ് എലിമിനേറ്റ് ചെയ്തിപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷെ മനസ്സിലാക്കിയാൽ വെരി സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ നോക്കണം ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ വീനസ് ഗ്രാഫ്റ്റ് ആണോ കോമ്പിനേഷൻ ഗ്രാഫ്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. കോമ്പിനേഷൻ ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ആർട്ടറി ഗ്രാഫ്റ്റും വീനസ് ഗ്രാഫ്റ്റും രണ്ടും ആർട്ടറിയും വെയിനും എടുത്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിലാണ് കോമ്പിനേഷൻ ഗ്രാഫ്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പം അതിനനുസരിച്ച് കോഡ് ചെയ്യുക. ആർട്ടറി ഗ്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ കോഡ്സ് എടുക്കുക. വീനസ് ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ കോഡ് എടുക്കുക. കോമ്പിനേഷൻ ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ കോഡ് എടുക്കണം. വീനസ് ഗ്രാഫ്റ്റിന് കോമ്പിനേഷൻ്റെ കുറച്ച് കോഡ്സ് ഉണ്ട്, അതിൽ നിന്ന് എടുക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ്. ഓക്കെ, അതായത് ആർട്ടറി ഗ്രാഫ്റ്റ് എലോൺ ആണെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ എടുക്കുക, വീനസ് ഗ്രാഫ്റ്റ് എലോൺ ആണെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ എടുക്കുക. കമ്പൈൻഡ് ആണെങ്കിൽ ആർട്ടറീൻ്റെ കോഡ്സ് എത്ര ഗ്രാഫ്റ്റാണ് എന്നുള്ളത് ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ എടുക്കുക. വെയിൻ എത്ര ഗ്രാഫ്റ്റാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കോമ്പിനേഷൻ്റെ കോഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് മെയിൻ ഗൈഡ് ലൈന്. പിന്നെ വേറെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ചില കോഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചില വെയിൻസ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യണം. എക്സാമ്പിൾ ഫിമറോപോപ്ലീറ്റിയൽ വെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അപ്പർ എക്സ്ട്രിമിറ്റി ആർട്ടറി ഓർ വെയിൻ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് കോഡ് ചെയ്യണം. പിന്നെ എടുത്ത് പറയുന്നുണ്ട് സഫീനസ് വെയിൻ ആണെങ്കിൽ സെപ്പറേറ്റ് കോഡ് ചെയ്യണ്ട. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ബുക്കിൽ പറയുന്നുണ്ട്. അതൊക്കെ ഈ ഗ്രാഫ്റ്റിൻ്റെ കോഡ്സിൻ്റെ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം അതവിടെ ഉണ്ട് എന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഹെൽപ്പായിരിക്കും എക്സാമിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ അതിൽ നോക്കേണ്ടത് അതിൽ എത്ര ആർട്ടറി ഗ്രാഫ്റ്റ് ഉണ്ട്, അതിൽ എത്ര വീനസ് ഗ്രാഫ്റ്റ് ഉണ്ട്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് അവിടെ പ്രൊസീജിയർ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഈ ലെങ്തർ ക്വസ്റ്റ്യനിലും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേഷ്യൻ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ പേഷ്യൻ്റ് വാസ് ബ്രോട്ട് ടു ഓപ്പറേറ്റിംഗ് റൂം ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ പൊസിഷൻ, പിന്നെ അനസ്തേഷ്യ കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം ഓടിച്ച് പോവാം. നമുക്ക് എന്താ വേണ്ടത്? ആർട്ടറീൻ്റെ കാര്യം, ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ കാര്യം, വീനസ് ഗ്രാഫ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ആർട്ടറി വെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റ്സ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കതൊരു ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് 7th ദ ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറി വാസ് ഹാർവെസ്റ്റഡ്. അപ്പോൾ നമുക്കൊരു ആർട്ടറി കിട്ടി. ഒന്ന് എടുത്തത് ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറിയാണ്. പിന്നെ അതുപോലെ ദ ഫിമറോപോപ്ലീറ്റിയൽ വെയിൻ വാസ് റിസെക്റ്റഡ് ഫ്രം തൈ. അപ്പോൾ അടുത്തതും കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു ആർട്ടറിയും കിട്ടി, ഒരു വെയിനും കിട്ടി. ഓക്കെ, ഇനി നമുക്കവിടെ അതിൻ്റെ ഒരു 2 ലൈൻസ് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറി ആർട്ടറി സിയോൺ ടു ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് യൂസിങ് 7 റണ്ണിങ് പ്രൊലീൻ ടെക്നിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിനെ ഒരു ആർട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യരുത്. അത് നമ്മൾ ഹാർട്ടിൽ എന്തിൽക്കാണ് കൂട്ടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറിയും ഫിമറോപോപ്ലീറ്റിയൽ വെയിനുമാണ്. അപ്പോൾ ഒരു ആർട്ടറിയും ഒരു വെയിനും വന്നാൽ നമ്മൾ എടുക്കേണ്ടത് എന്തിൽ നിന്നാ? കമ്പൈൻഡ് ആർട്ടേരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസ് വരുമ്പം നമ്മൾ എടുക്കേണ്ടത് ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ കോഡ് ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ എടുക്കുക, വീനസ് ഗ്രാഫ്റ്റിൻ്റെ കോഡ് കമ്പൈൻഡ് ആർട്ടേരിയോ വീനസ് ഗ്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കോഡ്സ് അപ്പോൾ 1 ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ കോഡ് നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 33533. 1 പിന്നെ 1 കോമ്പിനേഷൻ, അതായത് വീനസ് എന്നുള്ളത് നമ്മൾ കോമ്പിനേഷൻ എന്നാണ് എടുക്കേണ്ടത്. 1 കോമ്പിനേഷൻ്റെ ഗ്രാഫ്റ്റ് കോഡ് 33517. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫിമറോപോപ്ലീറ്റിയൽ വെയിൻ ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് കോഡ് അഡീഷണലി അത് നമുക്ക് ഈ കോഡ്സിൻ്റെ തൊട്ട് മുകളിൽ തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പാരഗ്രാഫിൽ. ഫിമറോപോപ്ലീറ്റിയൽ വെയിൻ ആയതുകൊണ്ട് അതിൻ്റെ കോഡ് 35572 കൂടെ അവിടെ മെൻഷൻ ചെയ്യണം.
അപ്പോൾ ആൻസർ ബി വരും. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഞാനൊരു 10 days എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡോക്ടർ കോഡർ എന്നുള്ള ID-യിൽ മെസ്സേജ് ചെയ്യുക. അപ്പം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പം ഇതൊരു ഫുൾ ICD CPT അങ്ങനത്തെ കോഴ്സിൻ്റെ ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു 10 ദിവസത്തെ ക്ലാസ്സാണ് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അനാറ്റമി ക്വസ്റ്റ്യൻസും CPT കോഡ്സും ICD ടോപ്പിക്സും പിന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസും, ഇപ്പോൾ നിങ്ങൾ വേറെ ചെയ്ത മോക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പേസ് മേക്കർ ആൻഡ് ഡിഫിബ്രിലേറ്റർ ആ ഒരു പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നേരെ ബുക്കിൽ ആ പേജസ് ഒക്കെ ഒന്ന് തുറന്നു വെക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് വരുന്നത്. സോ ഈ പേസ് മേക്കർ ആൻഡ് ഡിഫിബ്രിലേറ്റർ ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ മോസ് സർജറിൻ്റെയും കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെയും അത്ര തന്നെ നമുക്ക് ഹൗ ടു പിക്ക് ദ കോഡ് എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല. ഇല്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ കമ്പയർ ചെയ്തൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന്. സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നോക്കേണ്ടത് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ പേസ് മേക്കർ ആണോ ഡിഫിബ്രിലേറ്റർ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇങ്ങനെ ഓടിച്ച് നോക്കുക, ടേം പേസ് മേക്കർ എന്നുള്ള ടേം ആണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്റർ എന്നുള്ള ടേം ആണോ കൊടുത്തിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, പേസ് മേക്കറിൻ്റെ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഇപ്പോൾ പേസ് മേക്കറിൻ്റെ ഇൻസേർഷൻ ആണെങ്കിൽ അവിടെ ഒരു ഡിഫിബ്രിലേറ്ററിൻ്റെ ഇൻസേർഷൻ്റെ ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ഇൻസേർഷൻ എന്ന് കണ്ട് ചാടി കയറി ഡിഫിബ്രിലേറ്ററിൻ്റെ ഇൻസേർഷൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും അങ്ങനെ ഈസിയാണ്. അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ നോക്കുക. ടെമ്പററിക്ക് 1-2 കോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ടെമ്പററി ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെർമനൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ സിംഗിൾ ചേംബർ ആണോ ഡ്വൽ ചേംബർ ആണോ ബൈവെൻട്രിക്കുലാർ ആണോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഈ ഡ്വൽ ചേംബർ ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? എട്രിയത്തിലും വെൻട്രിക്കിളിലും ഇൻസേർട്ട് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡ്വൽ ചേംബർ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇൻസേർഷൻ ആണോ റിമൂവൽ ആണോ റീപ്ലേസ്മെൻ്റ് ആണോ, അതുപോലെ പേസ് മേക്കർ മൊത്തത്തിലാണോ അല്ലെങ്കിൽ അതിൻ്റെ ലീഡ് മാത്രമാണോ അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ? പേസ് മേക്കർ ആണോ ഡിഫിബ്രിലേറ്റർ ആണോ, പിന്നെ അതുപോലെ സിംഗിൾ ചേംബർ ആണോ ഡ്വൽ ചേംബർ ആണോ, ഇൻസേർഷൻ ആണോ റിമൂവൽ ആണോ റീപ്ലേസ്മെൻ്റ് ആണോ, പിന്നെ അതിൻ്റെ ഏതെങ്കിലും പാർട്ട് മാത്രമാണോ അല്ലെങ്കിൽ മൊത്തത്തിലാണോ. ഓക്കെ, ഇത്രയും കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ഒക്കെ ചെയ്ത് ആൻസർ പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പേസ് മേക്കർ ആണ് ഡ്വൽ ചേംബർ ആണ് എന്ന് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്വൽ ചേംബർ ആണെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അട്രിയത്തിൽ മാത്രമാണ് ഇൻസേർട്ട് ചെയ്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെൻട്രിക്കിളിൽ മാത്രമാണെന്നൊക്കെ പറയുകയാണെങ്കിൽ സിംഗിൾ ചേംബർ ആണ്. ഓക്കെ, അട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഡ്വൽ ചേംബർ ആണ്. ഓക്കെ, പിന്നെ ഡിവൈസ് ഇംപ്ലാന്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംപ്ലാന്റഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻസേർഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ എല്ലാ കാര്യങ്ങളും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടെ ഇനിയിപ്പോൾ ബ്രീഫായിട്ട് വായിക്കണം എന്നുള്ളവർക്ക് അവിടെ കണ്ട ഞാൻ ഹൈലൈറ്റ് ചെയ്തതിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് വെൻട്രിക്കുലാർ ലെഡ്, പിന്നെ റൈറ്റ് എട്രിയൽ ലെഡ്, അപ്പോൾ രണ്ടിലും ലെഡ് ഉണ്ട്, പിന്നെ പൾസ് ജനറേറ്റർ ഉണ്ട്. അതായത് മൊത്തത്തിൽ ഡിവൈസാണ് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്, ഡ്വൽ ചേംബർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ കോഡാണ് എടുക്കേണ്ടത്. എന്ത്? ഡ്വൽ ചേംബർ പേസ് മേക്കറിൻ്റെ ഇൻസേർഷൻ്റെ കോഡാണ് എടുക്കേണ്ടത്. ആൻസർ വരുന്നത് 33208. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്കറിയാം. അതായത് കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയവർക്ക് കോഡ് പിക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടത്.
അപ്പോൾ ഈ കൺസെപ്റ്റ്സ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ കൺസെപ്റ്റ്സ് പഠിക്കുക. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്